ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. ദിസ് ഈസ് യുവർ ഇൻട്രസ്റ്റ് റൈഡർ. നമ്മളിന്നൊരു ചെറിയ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ചെറിയൊരു റൈഡാണ് നടത്താൻ പോണത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് ഒരു ഏകദേശം 10-15 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ റൈഡിലേക്ക് സ്വാഗതം. ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചില്ലിയായിൽ പോവാണ്. ടൗണൊന്നും അധികം ദൂരമൊന്നുമില്ല. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. ഗായ്സ്, നമ്മളങ്ങനെ കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട്. കുന്നംകുളം ത്തിലൊരു ഹിഡൻ നൈസ് പ്ലേസ് ആണിത്. ഇതല്ല നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ, ഇതൊന്നുമല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഈ വഴി ഒന്ന് കട്ട് ചെയ്ത് കരുതാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൃശ്ശൂർ റോട്ടിലേക്ക് കിടക്കാൻ പറ്റും, കുന്നംകുളം തൃശ്ശൂർ റോഡ്. അപ്പോൾ അതെന്നാ പറഞ്ഞേ ഷോർട്ട് കട്ടാണിത്. നൈസ് സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇതും. പക്ഷെ ഇന്നും കുറച്ച് ക്ലൗഡിയാണ്. നല്ല വിഷ്വൽസ് ഈ ഭാഗത്ത് നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അത് ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ 10 കിലോമീറ്റർ കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കുന്നംകുളം തൃശ്ശൂർ റോട്ടിൽ എത്തിയിരിക്കുന്നു. ആവണവര് നമ്മുടെ ഇപ്പോൾ മറ്റൊരു ടീം പോയി. നമ്മളിപ്പോൾ കുന്നംകുളം ടൗണ് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് വഴിയാണ് വന്നത്. അതുകൊണ്ട് കുന്നംകുളം ടൗൺ ടച്ച് ചെയ്യാണ്ടാണ് നമ്മൾ തൃശ്ശൂർ റോട്ടിലേക്ക് പ്രവേശിച്ചത്. നമ്മുടെ ഗുജറാത്ത് സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഷോർട്ട് കട്ട് അടിപൊളി ഷോർട്ട് കട്ടായിരുന്നു. നല്ലൊരു വ്യൂവും കിട്ടുന്ന സ്ഥലമായിരുന്നു അത്. സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരിക്ക് അറിയില്ല, കാണിയാൻ പാടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആ വഴിയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണിപ്പേര് എത്തിയിട്ടുണ്ട്. കാണിപ്പേര് നമ്പൂതിരിപ്പാടൊക്കെ കേട്ടിട്ടില്ലേ? കാണിപ്പൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവർ നമ്മളെ ബാക്കിലാണ്. അവർ കുറച്ചുകൂടി ഫ്രണ്ടിൽ കയറ്റാം. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ അടുത്ത ടീം. അങ്ങോട്ടൊക്കെ അങ്ങോട്ട് അങ്ങനെ നമ്മൾ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് അമല ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കയറ്റത്തിൽ കൂടെ കയറിയിട്ടാണ് വിലങ്ങുന്നിലേക്ക് പോവുക. നമ്മളൊന്ന് പോകുന്നത് വിലങ്ങുന്നിലേക്കാണ്. കുന്നംകുളം സൈഡിൽ നിന്ന് വരുമ്പോൾ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടാണ് വിലങ്ങുന്നിലേക്കുള്ള വഴി വരുന്നത്. അതുപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അമല ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഈ ഗേറ്റ് വഴി കയറിപ്പോയാലാണ് വിലങ്ങുന്നിലേക്ക് എത്തുക. വിലങ്ങുന്നൊക്കെ എഴുതിയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോഴത്തെ റോഡ് കുറച്ച് മോശമാണ്. ഇവിടുത്തെ കുറച്ച് ദൂരം പോകാനുണ്ട്. നമുക്ക് നമ്മുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. അപ്പോൾ കുറച്ച് ദൂരം പോകാണ്ട് ഇവിടുന്ന്. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ റൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഒരു പ്രധാന കവാടത്തിൻ്റെ അടുക്കെത്തി. മുമ്പ് ഇവിടെയായിരുന്നു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടുന്ന് കാണാനില്ല. നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോകണം. ഇനി ഇവിടെ നിന്നുള്ള യാത്രകൾ ഒരു കാടിൻ്റെ പ്രതീതിയുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീൽ തന്നെ കിട്ടുക ഈ വഴി കൂടെ പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ വിലങ്ങുന്നിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. മുകളിലുള്ള ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് പ്രസ് ചെയ്യുക. മുമ്പ് ബൈക്കൊക്കെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയായിരുന്നു. അപ്പോൾ ബൈക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ എല്ലാ ബൈക്കൊന്നും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ വ്യൂ പോയിൻ്റ് അവിടെയാണ് കിടക്കുന്നത്. കാരണം പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ. ഇവിടുന്ന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് തൃശ്ശൂർ ടൗണൊക്കെ കാണാം.
ചിൽഡ്രൻസിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ നിറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഈ ഏരിയയിൽ കുറേ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം എന്നറിയില്ല. പിന്നെ കുറേ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റാച്യൂസ്. ഒരു കാടിൻ്റെ പ്രതീതി ഉണ്ട് ഈ ഭാഗത്ത്. ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ നടപ്പാതകളുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന സെറ്റപ്പ് ഉണ്ട്. അത് കിടലൻ അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. എന്നാൽ നടക്കുന്ന ആരും കാണില്ല കേട്ടോ. നമ്മൾ മൊത്തം ഒറ്റയ്ക്കാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. സേഫ് ഇപ്പോൾ